നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയായ മേടം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, കാൽ മേടക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാ മാസത്തിലും എല്ലാ നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് ചില മാസവും ചില വർഷവും ചില ദശാപഹാര കാലഘട്ടങ്ങളും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നാൽ അശ്വതി, ഭരണി, കാർത്തിക, കാൽ മേടക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴര ശനി കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ട് അല്പദോഷമുള്ള കാലഘട്ടം തന്നെയാണ്. എന്നാൽ ജാതകത്തിലെ നല്ല ദശാപഹാര കാലഘട്ടങ്ങളാണെങ്കിൽ ഒരു പരിധിവരെ ഈ നക്ഷത്ര ജാതകർക്ക് ഏഴര ശനി ബാധിക്കാറില്ല. അതായത് ജാതകത്തിൽ ബലവാനായ വ്യാഴന്റെ ദശാപഹാര കാലഘട്ടങ്ങൾ, ബുധന്റെ ദശാപഹാരങ്ങൾ, ശുക്രന്റെ ദശാപഹാര കാലഘട്ടങ്ങൾ എന്നിവയൊക്കെ ആണെങ്കിൽ, അതാവുമ്പം 6, 8, 12 അനിഷ്ടഭാവങ്ങളിലല്ലാതെ നിൽക്കുന്ന ഈ ശുഭഗ്രഹങ്ങളുടെ ദശാപഹാര കാലഘട്ടങ്ങളാണെങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും ഏഴര ശനി ബാധിക്കുന്നതല്ല. അതുപോലെ ജാതകത്തിൽ ശനി ബലവാനായ വ്യക്തികൾക്കും ഏഴര ശനി ബാധിക്കാറില്ല. അതായത് ശനിയുടെ സ്വക്ഷേത്രമായ മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി, അതുപോലെ തുലാം രാശിയിൽ നിൽക്കുന്ന ശനി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ദശാപഹാര കാലഘട്ടങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശനി ഒരു പരിധിവരെ ബാധിക്കുന്നതല്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. അതായത് ചിങ്ങമാസത്തിലാണ് ഓണം ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സൂര്യന്റെ സ്വക്ഷേത്ര രാശി കൂടിയാണ് ചിങ്ങൻ രാശി. അതുകൊണ്ട് ചില നക്ഷത്ര ജാതകർക്ക് സൂര്യൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ വളരെ ഗുണാനുഭവങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അശ്വതി, ഭരണി, കാർത്തിക, കാൽ മേടക്കൂറുകാർക്ക് സൂര്യൻ 5-ലാണ്. അതാവുമ്പോൾ മേടം രാശിയുടെ 5-ാം രാശിയായ ചിങ്ങൻ രാശിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതുവഴി ഇവർക്ക് ഗവൺമെന്റിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ്. PSC, SSC മുതലായ പരീക്ഷകൾ എഴുതുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ഗവൺമെന്റിൽ നിന്ന് പലവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും പലവിധ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ ഷോപ്പുകൾ മുതലായവ നടത്തുന്നവർക്ക് ധനവർദ്ധനവ് ഉണ്ടാകുവാൻ വളരെ സാധ്യത ഏറിയ ഒരു കാലഘട്ടമാണ്. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്ന സമയം വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാതിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്നാൽ ശനി ജൂലൈ മാസത്തോടുകൂടി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഇരുമ്പ്, കല്ല് മുതലായവയിൽ നിന്നും ലാഭമുണ്ടാകുവാനുള്ള കാലഘട്ടം കൂടിയാണ്. വെൽഡിംഗ് പണി മുതലായവ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ചിങ്ങമാസം. വിദേശത്ത് നിന്നും പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സഹോദരന്മാരിൽ നിന്നും കിട്ടാനുണ്ടായിരുന്ന ധനം തിരികെ ലഭിക്കുകയും സഹോദരന്മാർ വഴി പലവിധ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കുകയും ചെയ്യും. കുറെ കാലമായി വിൽപ്പന നടക്കാതെ മുടങ്ങിക്കിടന്ന വസ്തുക്കൾ വിറ്റുപോകുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. എന്നാൽ
വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവർക്ക് പല രീതിയിലുള്ള ചീത്തപ്പേരുകൾ ലഭിക്കുവാൻ ഇടയാകുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം. അതുപോലെ മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങൾ വന്നു ഭവിക്കുകയും ആ ആശയങ്ങൾ വഴി പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. 7.5 വർഷക്കാലം ഈ ഒരു നക്ഷത്ര ജാതകർ ബിസിനസ്സുകൾ ആരംഭിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്നുകൂടി പറയുന്നു. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലയിൽ അനുകൂലമായ കാലഘട്ടമാകുന്നു. കലാപരമായ സ്കൂളുകൾ തുടങ്ങുവാനും കലയിൽ പ്രശസ്തിയും അംഗീകാരവും നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു മാസം കൂടിയാകുന്നു ഈ മാസം. ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഗൃഹം പുതുക്കിപ്പണിയുവാനും വാഹനം മേടിക്കുവാനും ഉത്തമമായ ഒരു കാലഘട്ടമാകുന്നു. അപ്രതീക്ഷിതമായി പലവിധ സമ്മാനങ്ങൾ വന്നു ചേരുകയും നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കുവാൻ സാധ്യതയേറിയ ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും വിദേശത്ത് നിന്ന് സ്വദേശത്ത് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരികെ വരുവാനും ഉത്തമമായ കാലഘട്ടമാകുന്നു. എന്നാൽ ഇവർക്ക് ഈശ്വരവിശ്വാസത്തിൽ താല്പര്യം വർദ്ധിക്കുകയും അതുവഴി പൂജാതി കാര്യങ്ങൾ മുടങ്ങാതെ നടത്തുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാകുന്നു ഈ ചിങ്ങമാസം. പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതിമാർ ഒന്നിക്കുവാനും ശത്രുക്കൾ മിത്രങ്ങളായി മാറുവാനും അനുകൂലമായ ഒരു കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം. പുതിയ പ്രേമബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുകയും ചിത്രരചന, കവിതാരചന, കഥാരചന എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു. നഷ്ടപ്പെട്ടു പോയ പല സാധനങ്ങളും തിരികെ ലഭിക്കുവാനും ഉത്തമമായ ഒരു കാലഘട്ടം ആകുന്നു ഈ കാലഘട്ടം. രാത്രിയുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് വളരെ ഉത്തമമാകുന്നു. സ്ത്രീകളിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും അതുവഴി ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും വനപർവ്വതങ്ങളിൽ പോകുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചില പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും അതുവഴി ഈശ്വരാധീനം വർദ്ധിക്കുകയും ഫലമാകുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.